പൊന്നുഗുരുവായൂരപ്പന്റെ തിരുനടയിൽ അങ്ങടെത്തുമ്പോ മനസ്സ് വല്ലാതെ ആർദ്രവും. ഗുരുവായൂരപ്പനെ കാണാനുള്ള കൊതി കൂടും. അരച്ച ചന്ദനത്തിന്റെയും തുളസിമാലയുടെയും ഗന്ധം കുളിർക്കാറ്റിലൂടെ നമ്മളെ വാരി പുണരും. ഗുരുവായൂരപ്പന്റെ തിലകക്കുറി ഇങ്ങനെ അകലെന്ന് കാണാൻ പറ്റും. നാരായണ നാരായണ കണ്ണാന്ന് വിളിച്ച് ആ ശ്രീലകത്തിന്റെ മുമ്പിൽ അങ്ങടെത്തുമ്പോ ഭഗവാന്റെ പുഞ്ചിരിയും പൊന്നോടക്കുഴലും പട്ടുകോണവും പാദസരമൊക്കെ കാണാൻ പറ്റും. മതിയാവില്ല, എത്ര കണ്ടാലും കൊതി തീരില്ല. കണ്ണാന്ന് പറഞ്ഞ് ആ കണ്ണനെ ഹൃദയത്തിൽ നിറച്ച് ആ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ നടന്നു പോരും. ഓരോ അടി മുമ്പോട്ട് വെക്കുമ്പോഴും കണ്ണനെ പിരിയേണ്ട ദുഃഖം നമ്മളെ വല്ലാതെ മതിക്കും. അവസാനം മഞ്ജുളാലിന്റെ അടുത്തെത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണനോട് ചോദിക്കും, ഇനി എന്നാ കണ്ണാ കാണുക, ഇനി എന്നാ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക? അപ്പൊ നമ്മുടെ ഹൃദയത്തിലിരുന്ന് കണ്ണൻ പറയും, നമ്മൾ പിരിയണില്ലല്ലോ, ഞാൻ കൂടെ ഇല്ലേ എന്ന്. എന്നും കണ്ണൻ നമ്മുടെ ഹൃദയത്തിൽ കൂട്ടായിട്ടിരിക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. പൂന്താനം ഇതൊരു സുഖാണ്. അവിടുത്തെ ആ പാന കേൾക്കാൻ. വേദാന്ത സാരം അമൃതിൽ ചേർത്ത് പൂന്തേൻ കൂട്ടി കഴിക്കണൊരു സുഖം. അങ്ങ് ഇവിടെ എന്നുള്ളത് നന്നായി കേട്ടോ. അങ്ങ് ഇവിടുന്ന് പോയിച്ചാൽ ഈ ശ്രീലകത്ത് ശംഖും ചക്രവും ഗതയും പത്മം ഒക്കെ വച്ചിട്ട് എന്റെ പൂന്താനത്തിന്റെ കൂടെ പൂന്താനത്തിന്റെ ഉണ്ണിയായിട്ട് ആ കയ്യും പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോന്നേനെ. ഹന്ത ഭാഗ്യം ജനാനാം എന്ന് മേപ്പത്തൂര് പറഞ്ഞതേ ഗുരുവായൂരപ്പൻ ഗുരുവായൂരുള്ളതുകൊണ്ട് തന്നെയാവില്ല, പൂന്താനവും ഗുരുവായൂരുള്ളതുകൊണ്ടാവും. പൂന്താനം ഗുരുവായൂരില്ലായിരുന്നു വെച്ചാൽ ഈ ഗുരുവായൂരപ്പനെ നമുക്ക് ആവോളം ഭജിക്കാനാവുമായിരുന്നോ? അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പോവില്ലായിരുന്നോ? കൃഷ്ണ, അവിടുന്ന് ഇവിടെ ഉണ്ടായത് അടിയങ്ങളുടെ ഭാഗ്യം. പൂന്താനം ഇവിടെ ഉണ്ടായത് ഞങ്ങളുടെ ഭാഗ്യം. പൂന്താനം തിരുമേനിക്കും പൊന്നു ഗുരുവായൂരപ്പനും അനന്തനന്ദനന്ദ കോടി നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ.